മുസ്ലിം സമുദായത്തെ ഐക്യത്തിന്റെ പാതയിൽ കൊണ്ടുവന്നുകൊണ്ടാണ്. ആ ഐക്യം പറഞ്ഞിട്ടുള്ള ഞങ്ങളാണ് എന്നും ഐക്യം വിഭാവനം ചെയ്യുന്നവർ. അതുകൊണ്ട് KS ഞങ്ങളും AP സുന്നിയും ഐക്യപ്പെടുന്നതിനോട് യാതൊരു വിരോധവും ഞങ്ങൾക്കില്ല. അവർ വന്നോട്ടെ. KS സന്തോഷത്തോടുകൂടി മടങ്ങിപ്പോകുന്നു. ശംസുലമ്മ പറഞ്ഞു, നിങ്ങൾ പോകുമ്പോൾ ഒരു കാര്യം കൂടി ചിന്തിക്കണം KS. ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട്. ഉസ്താദെ, ആഗ്രഹമല്ല, ഡിമാൻഡ് ആയിക്കോട്ടെ. ഡിമാൻഡ് ആണെങ്കിൽ ഡിമാൻഡ് ആയിക്കോട്ടെ. എന്താണ് അങ്ങയുടെ ഡിമാൻഡ്? ശംസുലമ്മ പറഞ്ഞു, ഞങ്ങൾ 2 സുന്നികളാണല്ലോ. ഞങ്ങൾ പേരിനറിയുന്നവർ, ഒന്ന് EK സുന്നി, മറ്റൊന്ന് AP സുന്നി. അങ്ങനാണെങ്കിൽ ഞങ്ങളും അവരും തമ്മിൽ ചർച്ച നടത്തുന്ന ഒരു സദസ്സിൽ ഞങ്ങൾ 2 കൂട്ടരും ഇരുന്നാൽ ആ ഇരിക്കുന്ന യോഗത്തിലെ അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ആയിരിക്കണം. രണ്ടാമത്തെ ഷർത്ത്, 2 സുന്നിയും ഒന്നിച്ചാൽ ഒന്നിച്ചു എന്ന് പറയുന്ന പത്രക്കാരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ആള് അതും ശിഹാബ് തങ്ങൾ ആയിരിക്കണം. ഇതേ ഞങ്ങൾക്ക് ഡിമാൻഡുള്ളൂ, മറ്റൊരു നിബന്ധനയുമില്ല. കേസ് പറഞ്ഞു, ഇതെന്തായാലും അവരും സ്വീകരിക്കും, വേറൊരാളെ പറയാനില്ലല്ലോ. കേസ് പിരിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോൾ വേറൊരു കാര്യത്തിന് ബഹുമാനപ്പെട്ട ശംസുലമ്മയുടെ വീട്ടിൽ കേസ് വന്നപ്പോൾ വന്ന കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങിയപ്പോൾ ശംസുലമ്മ പറഞ്ഞു, നിങ്ങൾ ഇപ്പൊ വന്ന കാര്യം പറയാൻ അവിടെ നിൽക്കട്ടെ, 3 മാസം മുമ്പ് വന്നപ്പോൾ പറഞ്ഞ കാര്യം എന്തായി? കേസ് പറഞ്ഞു, നിങ്ങളത് ചോദിക്കരുതേ എന്ന് വിചാരിച്ച അവസ്ഥയാണ് ഞാൻ നിൽക്കുന്നത്, നിങ്ങളത് മറന്നില്ലല്ലേ? അങ്ങനെ മറക്കൂല. എന്തായി കേസ് പറ. ഉസ്താദേ, നമ്മൾ മറ്റോരും തമ്മിലുള്ള ഐക്യല്ലേ? അതെ, അത് നടക്കൂല. അതെന്തായി? പാണക്കാട് തങ്ങളെ മധ്യസ്ഥനാക്കാൻ മൂപ്പർക്ക് ഇഷ്ടല്ല. അതുവരെ ശാന്തനായിരുന്ന ശംസുലുലമ ചുകിതനായി. ചുമന്ന തുടുത്ത മുഖവുമായി ബഹുമാനപ്പെട്ടവരുടെ ശൗര്യം കണ്ടു. ശംസുലുലമ പറഞ്ഞു, കേസ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്റെ ഈ വീട്ടിലേക്ക് കടന്നു വരാം, എന്തും നിങ്ങൾക്ക് സംസാരിക്കാം. എന്നാൽ സുന്നി ഐക്യം പറഞ്ഞുകൊണ്ട് ഈ പടിവാതിലിന് കടക്കണ്ട. പാണക്കാട് തങ്ങളെ വേണ്ടാത്തവർക്ക് തീരെ ഞങ്ങൾക്കും വേണ്ട. അതാണ് ബഹുമാനപ്പെട്ട ശംസുലമയുടെ കാഴ്ചപ്പാട്. അതും കഴിഞ്ഞ് വർഷങ്ങളുടെ ശേഷം ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദിന്റെ മുമ്പിൽ വന്നുകൊണ്ട് പ്രിയപ്പെട്ട PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ നേതാവ്, അദ്ദേഹം പറഞ്ഞു, ഉസ്താദെ, നമുക്കൊരു ചെറിയ ശ്രമം നടത്തിക്കൂടെ? എന്താ കുഞ്ഞാപ്പ നിങ്ങൾ പറഞ്ഞുകൊണ്ടുവരുന്നത്? AP-യുമായി ഒന്ന് ഐക്യപ്പെട്ടുകൂടെ? വെറുതെ ശ്രമം നമ്മൾ നടത്തിയ വിജയിക്കുന്നെങ്കിൽ വിജയിച്ചോട്ടെ. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞു, ഞങ്ങൾക്ക് യാതൊരു തകരാറുമില്ല കുഞ്ഞാപ്പ, ഞങ്ങൾ ലയനത്തിന് ഐക്യത്തിന് എന്നോ തയ്യാറാണ്. എന്നാൽ ഞാനൊരു ശ്രമം നടത്തൂട്ടോ. നിങ്ങൾ നടത്തിക്കോളൂ, പക്ഷെ ഞങ്ങൾക്കൊരു നിബന്ധനയുണ്ട്, അത് നിങ്ങൾ പിന്നെ പറയാൻ നിൽക്കണ്ട, ഇപ്പൊ തന്നെ കേട്ടോ. എന്താണ്? ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് അന്താളിച്ചു പോയി. ഹീറാമുട്ടി നിബന്ധനയായി കൊണ്ടുവരുമോ? അവരുടെ സ്ഥാപനങ്ങൾ മുഴുവനും സമസ്തന്റെ കീഴിൽ എഴുതി തരണമെന്ന് പറയോ? അതെങ്ങാൻ പറഞ്ഞാൽ അയാൾ നടക്കൂലെന്ന് ഉറപ്പാ. പിന്നെന്താണാവോ പറയാൻ പോകുന്നത്? ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞു, ശംസുലമ്മ പറഞ്ഞ ഒരു ഡിമാൻഡുണ്ട്. അതെന്താ? ഞങ്ങൾ 2 കൂട്ടരെയും ഒന്നിപ്പിക്കുമ്പോൾ ഒന്നാകുന്ന യോഗത്തിന്റെ അധ്യക്ഷൻ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാകണം. ആകുന്നെങ്കിൽ ആകുന്നു എന്ന വാർത്ത പത്രക്കാരോട് പറയേണ്ടതും ശിഹാബ് തങ്ങളാകണം. അതെന്തായാലും അവർക്ക് അംഗീകരിക്കാവുന്നതേ ഉള്ളൂ, വേറൊരാളില്ലല്ലോ എന്ന് കേസ് പറഞ്ഞ പോലെ കുഞ്ഞാപ്പയും പറഞ്ഞു. മുമ്പ് കേസ് ഈ പണിയെടുത്ത് പരാജയപ്പെട്ട വിവരം ഒരുപക്ഷെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് അറിയില്ല. അത് ചെറുശ്ശേരി ഉസ്താദ് മിണ്ടിയതുമില്ല. 6 മാസം കഴിഞ്ഞതിന്റെ ശേഷം കേരളത്തിലെ സ്കൂളിന്റെ സമയമാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ ഒരു ചൂടുപിടിച്ച സംഭവം നടന്നപ്പോൾ അതേ സംബന്ധിച്ച് മുസ്ലിം സംഘടനകൾ എന്റെ നിലപാട് സ്വീകരിക്കണമെന്നൊരു കൂട്ടായ ചർച്ചന്റെ പ്രാഥമിക ഘട്ടമെന്നോണം സമസ്തയുടെ കോർഡിനേഷൻ കമ്മിറ്റിയിലേക്ക് PK കുഞ്ഞാലിക്കുട്ടിയെ സമസ്ത ക്ഷണിച്ചു. ആ യോഗത്തിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വന്നു, സലാം പറഞ്ഞു, യോഗത്തിലിരുന്നു, ചായ കൊണ്ടുപോയി കൊടുത്തു, ഒരു ഇറക്ക് കുടിച്ചു. ശേഷം ചർച്ച ആരംഭിക്കുന്നതിന് മുമ്പേ ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ് നവറല്ലാഹു മർഖദഹു അവിടുന്ന് കൊണ്ട് ചോദിച്ചു, കുഞ്ഞാപ്പ, ഞങ്ങളൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഒരു 5-6 മാസം മുമ്പ് ചെറുശ്ശേരി ഉസ്താദിന്റെ മുമ്പിൽ വന്നിരുന്നല്ലോ,
ഞങ്ങളും മറ്റേ ആളും തമ്മിലുള്ള ഒരു ഐക്യത്തെ പറ്റി ചർച്ച നടത്താൻ. അതെന്തായി? പിന്നെ നിങ്ങളെ വർത്താനൊന്നും കേട്ടില്ലല്ലോ. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതോ അത് നടക്കൂല ഉസ്താദ്മാരെ. എന്താ കാര്യം? നമ്മൾ വെച്ച ഡിമാൻഡ് പാണക്കാട് തങ്ങൾ അധ്യക്ഷനാക്കാനല്ലേ? അത് മൂപ്പർക്ക് ഇഷ്ടമല്ല. പാണക്കാട് തങ്ങൾ മൂപ്പർ സ്വീകരിക്കൂലെന്നാണ്. ചെറുശ്ശേരി ഉസ്താദ് ആ സദസ്സിൽ കൊണ്ട് എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട്, കുഞ്ഞാപ്പ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് സമസ്തയുടെ ആഫീസിലേക്ക് വരാം. പക്ഷെ ഇനി ആ മനുഷ്യനുമായുള്ള ഐക്യം പറഞ്ഞുകൊണ്ട് വരണ്ട. പാണക്കാട് തങ്ങളെ പറ്റാത്തവർക്ക് ഞങ്ങൾക്ക് തീരെ വേണ്ട. ശംസുലമ്മ പറഞ്ഞത് എന്തോ അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പത്രസമ്മേളനത്തിൽ വന്നു. പത്രക്കാർ ചോദിച്ചു, അല്ല, നിങ്ങളും സമസ്തക്കാരും തമ്മിലുള്ള ഐക്യം എവിടെയെത്തി? മുസ്ലിം ലീഗ് ഇടപെട്ടുകൊണ്ട് ഐക്യം നടത്തുന്നു എന്ന് കേട്ടല്ലോ, അതെന്തായി? അദ്ദേഹം പറഞ്ഞു, അത് നടക്കൂല. അതെന്താ കാരണം? പത്രക്കാർ ചോദിച്ചു. AP പറഞ്ഞു, മറുഭാഗത്തിന്റെ ഡിമാൻഡ് അംഗീകരിക്കാൻ കഴിയൂല. പത്രക്കാർ ചോദിച്ചു, അതെന്താണ് ആ ഡിമാൻഡ്? AP പറഞ്ഞു, മതസംഘടനകൾ തമ്മിലുള്ള ചർച്ച നടത്തേണ്ടത് രാഷ്ട്രീയക്കാരെ മുമ്പിൽ വെച്ചുകൊണ്ടാവണം പോൽ അതെങ്ങനെ അംഗീകരിക്കാൻ സാധിക്കും? ചിലപ്പോഴത്തെ പത്രക്കാർ മനസ്സിലാക്കിയത് ശരിയാണല്ലോ. വിവരമുള്ള പത്രക്കാർ ചോദിച്ചു, ആ രാഷ്ട്രീയക്കാർ ആരാണ്? ആവർത്തിച്ച ചോദ്യം കേട്ടപ്പോൾ AP പറഞ്ഞു, അത് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റാണ്. പത്രക്കാർ ചോദിച്ചു, അത് ശിഹാബ് തങ്ങളല്ലേ? ആയിരിക്കാം. വേറെ പത്രക്കാരൻ ചോദിച്ചു, ശിഹാബ് തങ്ങളെ നിങ്ങൾക്ക് പറ്റൂലേ? അദ്ദേഹം രാഷ്ട്രീയ നേതാവല്ലേ, അതുകൊണ്ട് പറ്റൂല. പത്രക്കാർ വീണ്ടും ചോദിച്ചു, ശരി, നിങ്ങൾ തമ്മിലുള്ള ഐക്യത്തിന്റെ ചർച്ച നടത്താൻ നിങ്ങൾക്ക് ശിഹാബ് തങ്ങളെ പറ്റൂലെങ്കിൽ വേറൊരാളെ നിങ്ങൾ പറ. ഒരധ്യക്ഷൻ വേണമല്ലോ ഒരു യോഗം നടക്കുമ്പോ, ഒരു മീഡിയേറ്റർ വേണമല്ലോ 2 വിഭാഗം തമ്മിൽ ചർച്ച നടത്തുമ്പോ. അതിൽ നിന്ന് ഇന്ന് കേരളത്തിൽ ആരെയാണ് നിങ്ങളൊരു മധ്യസ്ഥനെ പറയുന്നത്? ആരാണ്? പിണറായി വിജയൻ ആയിക്കോട്ടെ എന്ന് പറയാൻ പറ്റൂലല്ലോ. AK ആന്റണി ആയിക്കോട്ടെ എന്ന് പറയാൻ പറ്റൂലല്ലോ. വെള്ളാപ്പള്ളി നടേശൻ ആയിക്കോട്ടെ എന്നും പറയാൻ പറ്റൂലല്ലോ. പിന്നെ ആരെയാ പറയുന്നത്? നരേന്ദ്രമോദിയാണെങ്കിൽ അന്നോട്ട് വന്നിട്ടുമില്ല. പിന്നെ ആരെ മധ്യസ്ഥനാക്കണം? ആവർത്തിച്ച ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞു, ശിഹാബ് തങ്ങൾ അല്ലാതെ മറ്റൊരാളെ ഞങ്ങൾ സ്വീകരിക്കണം, അത് ഉള്ളാൾ തങ്ങളായിക്കോട്ടെ. നല്ല മറുപടിയാണ്. പത്രക്കാർ ചോദിച്ചു, അല്ല, ഉള്ളാൾ തങ്ങളും കാളമ്പാടി മുസ്ലിയാറും തമ്മിലല്ലേ ചർച്ച? ഉള്ളാൾ തങ്ങൾ ഒരു ഭാഗത്തിന്റെ നേതാവാണ്, മറ്റേ ഭാഗത്തിന്റെ നേതാവ് കാളമ്പാടി മുസ്ലിയാരാണ്. ഉള്ളാൾ തങ്ങളും കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാറും തമ്മിലുള്ള തർക്കം തീർക്കാൻ അധ്യക്ഷം വഹിക്കുന്നത് ഉള്ളാൾ തങ്ങളാകുന്നത് വിരോധാഭാസമല്ലേ AP? പത്രക്കാർ ചോദിച്ചു. എയും ബിയും തമ്മിൽ തർക്കിക്കുമ്പോ A അധ്യക്ഷനാകുന്നത് വിരോധാഭാസമല്ലേ? അധ്യക്ഷനാവേണ്ടത് എയുമല്ല ബിയുമല്ല C ആണ്. ആ C ആരാവണം എന്ന പത്രക്കാർ ചോദ്യം. AP തലമുകഞ്ഞ് ആലോചിച്ചുകൊണ്ട് പറഞ്ഞു, എന്തായാലും വേണ്ടില്ല, പണ്ഡിതന്മാർ തമ്മിലുള്ള ചർച്ച തിരിക്കേണ്ടത് പണ്ഡിതനായിരിക്കും. പാണക്കാട് തങ്ങൾ പണ്ഡിതനല്ല പോലും. വിശുദ്ധ ഖുർആനിന്റെ 6666 ആയത്ത് മനപ്പാടമുള്ള ഹാഫിളായ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പണ്ഡിതനല്ല പോലും. ഇരിക്കട്ടെ, പത്രക്കാർ ഒഴിഞ്ഞു വിട്ടു. പിറ്റേന്ന് മലയാള മനോരമയിൽ 4-ാം പേജിൽ ജനറൽ എഡിഷനിൽ ഒരു വലിയ വാർത്ത, സുന്നി ഐക്യം നടക്കൂല, മധ്യസ്ഥൻ ശിഹാബ് തങ്ങളെ അംഗീകരിക്കില്ല, കാന്തപുരം. ആ പത്രം എന്റെ കയ്യിൽ ഇപ്പോഴും വീട്ടിലുണ്ട്. ഒരാഴ്ച ഒരു ദിവസം കഴിഞ്ഞു. ഒരു ജനുവരി 31-ാം തീയതിയാണ് കാന്തപുരത്തിന്റെ ഈ പത്രസമ്മേളനം. പിറ്റേന്ന് രാവിലെ പത്രത്തിൽ വന്നു ഫെബ്രുവരി 1-ാം തീയതി. ആ 1-ാം തീയതിയാണ് ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ സംസ്ഥാന സമ്മേളനം കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്നത്. ആ സമ്മേളനത്തിലെ മുഖ്യ പ്രഭാഷകനായി ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് എഴുന്നേറ്റു. ബഹുമാനപ്പെട്ടവർ സവിസ്തരം ഈ കാര്യത്തിന്റെ നാൾ വഴി മുഴുവൻ വിശദീകരിച്ചു.
എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഐക്യത്തിനെതിരല്ല, പക്ഷേ ഞങ്ങൾ പറയുന്ന ഡിമാൻഡ് മറുഭാഗം അംഗീകരിക്കുന്നില്ല. ഞങ്ങൾ പറയുന്ന ഒരു ശിഹാബ് തങ്ങളാകണമെന്നാണ്. അത് പറ്റില്ല എന്ന് പറയുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ അറബിക്കടലിൽ മുസല്ലയിട്ട് വിരിച്ചു തരാമെന്ന് പറഞ്ഞാൽ പോലും നിങ്ങളുടെ ഐക്യത്തെ ഞങ്ങൾ വിശ്വസിക്കൂല. പാണക്കാട് തങ്ങളെ വേണ്ടാത്തവർക്ക് ഞങ്ങൾ അവരുമായി യാതൊരു ചർച്ചക്കും തയ്യാറല്ല. ഇനി ഐക്യം എന്ന ചർച്ച അറബിക്കടലിലാണ്. ഇതാണ് നട്ടലുള്ള പണ്ഡിതന്റെ തീരുമാനം. ഇത് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ പറയുന്ന അതേ നട്ടല് നിവർത്തിയ വർത്തമാനമാണ്.